വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒരു ചെറിയ അനാലിസിസ് നടത്തിയിട്ട് പോവുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, സിമ്പിളായിരുന്നോ ടഫായിരുന്നോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ പറയുക, എനിക്കൊരു ആവറേജിൽ ഒരു മീഡിയം, അതായത് കുറച്ച് ടഫ് കുറച്ച് ഈസി അങ്ങനത്തെ ഒരു ലെവലായിരുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ അറ്റൻഡ്. അപ്പോൾ അതിൽ ഞാൻ കൂൾ ഓഫ് ടൈമിൽ ഇങ്ങനെ എല്ലാതും സെലക്ട് ചെയ്തൊക്കെ വെച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന് വരെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് സെക്ഷനിലൊരു ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് എഴുതാൻ വെച്ച് മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ സമയം തികഞ്ഞില്ല. ലാസ്റ്റ് ആയപ്പം എല്ലാതും കൂടെ ആക്കൊരു ഭയങ്കരമായിട്ടുള്ള ഹറിബറി ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ കൂടുതൽ എനിക്ക് ടഫായി തോന്നിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വല്ലാതെ വർക്കൗട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇതൊക്കെ രാവിലെ ഓരോ വൺ ഷോട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര ഡബിൾ എക്സ്ട്രാ ഒക്കെ ഇരുന്ന് കേട്ട് കുറേ ചെയ്ത് നോക്കി. പ്രാക്ടീസ് കുറവായിരുന്നു അത്തരം ചാപ്റ്റേഴ്സിനൊക്കെ. പിന്നെ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടായിരുന്ന വെക്റ്റേഴ്സും പിന്നെ 3D ഒക്കെയാണ്. അപ്പോൾ അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം നല്ലപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റഗ്രൽസ് ചില ക്വസ്റ്റ്യൻസ് ഓക്കെ, പക്ഷേ ചിലത് ഒരു ഓക്കെ ഇല്ലാത്ത രീതിയായിരുന്നു കേട്ടോ. അപ്പം 2-3 ക്വസ്റ്റ്യൻസൊക്കെ ഇന്നലെ അങ്ങനെ യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുള്ളായിട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതി വയൽ വെച്ച് മറക്കുന്ന രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും എഴുതിയിട്ട് പിന്നെ എഴുതുകയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പെൻഡിങ്ങിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു സമയം ലാസ്റ്റ് എത്തിയപ്പോൾ തീരെ തികഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഫുൾ എല്ലാതും കൂടി മിക്സ് ആക്കിയുള്ളൊരു എഴുത്തായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇന്നലെ കുറച്ച് എന്താ പറയുക ലൈവിൽ നിന്നൊക്കെ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ ഏകദേശം വന്ന പോലെ, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഉണ്ട്, പിന്നെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷെ എന്നാലും ഒരു ചെറിയ കുഴപ്പമില്ലായ്മ ഇല്ല. അപ്പോൾ പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയില്ല, ഡിറ്റർമിനൻസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തു വന്നതിൻ്റെ പ്രശ്നമാണ് തോന്നുന്നു. ചെയ്തു വന്നപ്പം അതിൽ വേറെ ആൻസേഴ്സും 0.5 അങ്ങനത്തെ സംഭവം കയറി വന്നിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ വരില്ലല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്ത തെറ്റാണ്. അങ്ങനത്തെ ഏകദേശം കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ഒരു +2 ഫസ്റ്റ് ടൈം ഒരു ഗവൺമെൻറ് പേപ്പർ അറ്റൻഡ് ചെയ്യുന്ന, അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തകരാറുകൾ ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇനിയും പ്രാക്ടീസ് ചെയ്യണം, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഇതിന് മനസ്സിലാവാനുള്ള കാര്യം. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് അടുത്ത എക്സാമിൽ നല്ല മാർക്സൊക്കെ മേടിക്കാം. അപ്പോൾ അതാ ഇന്നിപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കം കുറവായിരുന്നു. 2-3 മണിക്കൂർ ഉറങ്ങി വെച്ചാൽ ഉറങ്ങി. അതുതന്നെ പഠിക്കുന്ന ഇടയിൽ അറിയാതെ ഉറങ്ങി പോയതായിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പഠിച്ചല്ലേ പറ്റൂ. അപ്പം നാളെ കെമിസ്ട്രിയിൽ 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 4 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഈസിയായി തോന്നുന്ന ചാപ്റ്റർ മറ്റേത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഏകദേശം കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ കുറേ ഐസോമറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതാ സ്കൂളിലത്തെ നോട്ട്സിൽ ഏകദേശം എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഓവറായിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു എന്താ പറയുക, ലൈവ് ക്ലാസ് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. കാരണം അതിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നിപ്പോൾ എക്സാം പേപ്പറിൽ ഇന്നലെ പ്രാക്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യനൊക്കെ കണ്ടപ്പം ഏകദേശം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ഇതാ ഇവിടെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പഠിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ട് മെല്ലെ മെല്ലെ ഓർഗാനിലോട്ട് രാത്രി കയറി വരാമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്ന സംഭവിച്ചാൽ ആദ്യം തന്നെ വലിയ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ രാത്രി ആയാലും അത് കഴിയത്തില്ല. പിന്നെ രാവിലെ കുറച്ച് നേരത്തിലായിരിക്കും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ കിട്ടുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ 2 ദിവസം എക്സാമിന് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ, അതായത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ഇരുന്ന് പഠിച്ചു. അങ്ങനെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കാത്തൊരു രീതിക്കാണ് എത്തിപ്പെടുന്നത്. ഫിസിക്സൊക്കെ മെയിൻലി അനുഭവം ഉള്ളതായിരുന്നു. 2-3 ചാപ്റ്റേഴ്സ് മാത്രം മര്യാദക്ക് പഠിച്ചിട്ട് ബാക്കിയൊക്കെ കുറച്ച് തൊട്ട് തലോടി പഠിച്ച ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ അത് ഏതായാലും ഇന്നത്തെ എക്സാമിന് മാറ്റി പിടിക്കണം. അപ്പം ഏതായാലും ഞാൻ കുറച്ച് നേരം ഇപ്പോൾ ജസ്റ്റ് ഇരുന്നിട്ടുള്ളൂ. അപ്പം ഫുള്ളി പഠിക്കേണ്ട ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇന്ന് കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ കോമ്പൗണ്ട്സിലെ നെയിമിംഗ് ഒക്കെ ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നാളത്തെ എക്സാമിൻ്റെ പോർഷനിൽ കുറച്ച് ക്ലാരിറ്റി കുറവുള്ള ചാപ്റ്റേഴ്സ് എനിക്ക് ഇലക്ട്രോ കെമിസ്ട്രി, പിന്നെ അതുപോലെ ആൽക്കഹോൾസിൻ്റെ ഒക്കെ ചാപ്റ്ററാണ്. അപ്പോൾ അത് രണ്ടും ഏകദേശം കുറച്ചൊക്കെ വീഡിയോ കണ്ടിട്ട് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് നെയിമിങ്സൊക്കെ എഴുതി പഠിച്ചതിന് ശേഷം ഞാൻ ഏതായാലും ക്ലാസ് കാണാതിരിക്കുന്നുണ്ട്. പിന്നെ രാത്രികൾക്ക് പെൻഡിങ്ങിലോട്ട് മാറ്റിയാൽ പിന്നെ വലിയ ചാപ്റ്റേഴ്സൊന്നും പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഇപ്പോൾ ഏതായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് തീർക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്ന മെത്തേഡ്സ് ഒന്നും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എങ്ങനെ മാത്സ് എക്സാമൊക്കെ ഉണ്ടായിരുന്നു പറയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു.